ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിഡിലെ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള പാല് തന്നെ എടുക്കണം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈസ്റ്റൊക്കെ നല്ലതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചിട്ടെടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ കുഴച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കണം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ മാവ് നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ മാവൊന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് ഏകദേശം 1-2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു മാവ് ഡബിളായിട്ട് വരണം, അതുവരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡബിളായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയതിനു ശേഷം ഇതിലേക്ക് ഇതൊരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അത് ചെറുതായി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ചിക്കൻ നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ തന്നെ ആവശ്യത്തിന് നല്ലതുപോലെ തന്നെ വെള്ളം ഉണ്ടാകും. ഇതിപ്പോൾ ഇവിടെ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഓവറായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടി ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി ഈ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഫില്ലിങ് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ തന്നെ ഇനി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി ഈ മാവ് നമുക്ക് 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി കട്ട് ചെയ്ത എല്ലാ പീസും നമുക്ക് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് നമുക്ക് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നല്ലതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഹാർഡായിട്ട് മാറും. ഇത് ഈ ഒരു വലിപ്പത്തിൽ ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് ചീസും കൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ്ഡ് ചീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ്, ഏത് ചീസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം.
എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ തന്നെ കവർ ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇത് ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കവർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഹാർഡായിട്ട് പോവും. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തിയെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചീസും വെച്ച് ഇതുപോലെ കവർ ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് കോരിയിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം നല്ലതുപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും, പക്ഷേ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.